Hello my dear students, നമ്മുടെ S6 മെക്കാനിക്കലിന്റെ ഡൈനാമിക്സ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീനറി പ്രോബ്ലമാറ്റിക് പേപ്പർ ആണ് ഇതും. ആൻഡ് കമ്പാരിറ്റീവ്ലി പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ടുള്ള ഒരു പേപ്പറാണ്. പക്ഷെ ഓരോ മൊഡ്യൂളും നമ്മൾ കെയർഫുൾ ആയിട്ട് പഠിക്കേണ്ട കാര്യം തന്നെ പഠിക്കുക. കാര്യം ഓരോ ടോപ്പിക്കിലും ഓരോ ടെക്സ്റ്റിലും ഒക്കെ പല രീതിയിൽ കാണും. പക്ഷെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് സം പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ വളരെ എളുപ്പം പാസ്സാവാൻ പറ്റും. പക്ഷെ ഡൈവേർട്ടായി നമ്മൾ വേറെ ആവശ്യമില്ലാത്തതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നതും നമ്മൾ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവും കാണില്ല. അപ്പം ഇച്ചിരി ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഈ പേപ്പർ നമുക്ക് പാസ്സാവാൻ പറ്റും. അതിൽ മൊഡ്യൂൾ 1 ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 1 നമുക്ക് 2 ടോപ്പിക് ഉണ്ട്, ഡൈനാമിക് ഫോഴ്സ് അനാലിസിസും ഫ്ലൈ വീലും. ഈ ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് നമ്മൾ ലാസ്റ്റ് ടൈം മെക്കാനിക്സ് ഓഫ് മെഷീനറിയിൽ സ്റ്റാറ്റിക് ഫോഴ്സ് അനാലിസിസ് പഠിച്ചു. അവിടെ നമ്മൾ സ്റ്റാറ്റിക് ഫോഴ്സസിനെ ബാലൻസ് ചെയ്തു. ആൻഡ് ഇൻ ഡൈനാമിക് ഫോഴ്സസ് ഇത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനേർഷ്യ ഫോഴ്സും കൂടെ വരുന്നു. അപ്പോൾ അതിനെയും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്ത് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ചാപ്റ്റർ ഈസ് ഫ്ലൈ വീൽ. ഫ്ലൈ വീൽ നമ്മൾ IC എഞ്ചിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ്. എന്തിനാണ് ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്ന കാര്യം? നമുക്ക് ഓരോ സ്ട്രോക്ക് ഉണ്ട്, സക്ഷൻ സ്ട്രോക്ക് ഉണ്ട്, കംപ്രഷൻ സ്ട്രോക്ക് ഉണ്ട്, പവർ സ്ട്രോക്ക് ഉണ്ട്, എക്സോ സ്ട്രോക്ക് ഉണ്ട്. അപ്പോൾ ഇന്ന 4 സ്ട്രോക്ക് എഞ്ചിനിലും ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്തായിരിക്കും? എല്ലാ സ്ട്രോക്കിലും നമുക്ക് ഔട്ട്പുട്ട് പവർ കിട്ടില്ല. സക്ഷനും കംപ്രഷനും എക്സോസ്റ്റിനും ഒക്കെ നമ്മൾ അങ്ങോട്ട് പവർ കൊടുക്കണം. സോ അങ്ങോട്ട് പവർ കൊടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഫ്ലൈ വീൽ. അപ്പോൾ അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു 2 ചാപ്റ്ററാണ് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്. അതിൻ്റെ ഈക്വൽ മാർക്സ് ആയിരിക്കും ഷെയർ ചെയ്യുന്നത്. ഒരു പാർട്ട് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസിൽ നിന്നും ഒരു പാർട്ട് ഫ്ലൈ വീലിൽ നിന്നും ആയിരിക്കും ചോദിക്കുന്നത്. രണ്ടും സിമ്പിളായിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ, ഓരോ ടെക്സ്റ്റ് നോക്കുമ്പോഴും ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ഏത് പഠിക്കണം നമ്മുടെ സിലബസ് അനുസരിച്ച് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൈനാമിക് ഫോഴ്സ് അനാലിസിസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം.